പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു കൊല്ലങ്കോട് പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചുവെന്ന തഹസിൽദാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ രീതിയിൽ മുതലമടയിലെ ഈ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയ്ക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അവിടെ ഈ രീതിയിൽ കളക്ടറിന്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് അത് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. തിരുവമ്പാടിയുടെ ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പാറമേക്കാവിന്റെ ഈ പടക്ക നിർമ്മാണശാലയിൽ അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് അനുവദിച്ചതിലും അധികം വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നു എന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ലൈസൻസിക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. കോട്ടയം സ്വദേശി ബിനോയ്ക്കെതിരെയാണ് കേസെടുത്തത് ഇരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പരിശോധന അത് എല്ലാ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പടക്ക നിർമ്മാണശാലകളിൽ ഉണ്ടാകുമെന്ന സൂചനകൾ വന്നിരുന്നു. ഇതിപ്പോൾ ഈ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്, മുതലമടയിലാണ്. അവിടെ പാലക്കാട് ജില്ലാ കളക്ടറിന്റെ സ്റ്റോപ്പ് മെമ്മോ ആദ്യം വരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എത്രമാത്രം പടക്ക കൂപ്പുകളൊക്കെ വെടിക്കൂപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. അതായത് ഈ മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയിൽ അളവിൽ കൂടുതൽ പടക്കം നിർമ്മിക്കാനുള്ള കരിമരുന്നും മറ്റു സാമഗ്രികളും ഇന്നലെ ചിറ്റൂർ തഹസിൽദാരും അതുപോലെ തന്നെ പോലീസും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതായത് തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ പടക്ക നിർമ്മാണശാലകളിലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ സംസ്ഥാനത്തുടനീളം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലും ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലകൾ, അതായത് ഉത്സവത്തിനും മറ്റും പടക്കം നിർമ്മിക്കുന്ന നിർമ്മാണശാലകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അളവിൽ കൂടുതൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കാനുള്ള കരിമരുന്നും അതുപോലെ തന്നെ മറ്റു സാമഗ്രികളും കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ തന്നെ ചിറ്റൂർ തഹസിൽദാർ ഈ വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഈ നിർമ്മാണശാലയുടെ ലൈസൻസി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെ കൊല്ലങ്കോട് പോലീസ് ഇപ്പോൾ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഈ പടക്ക നിർമ്മിക്കാൻ ഉപയോഗിച്ച അളവിൽ കൂടുതലുള്ള സാമഗ്രികളും മറ്റു കരിമരുന്നൊക്കെ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായാലും ഇത് പടക്കം നിർമ്മിക്കാനുള്ള ഒരു അത്തരത്തിൽ അതിൽ അളവിൽ കൂടുതൽ പടക്കം നിർമ്മിക്കാനുള്ള അനുമതി അവർക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൊല്ലങ്കോട് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ ചിറ്റൂർ ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. പ്രജിൻ, ഷാരിഖ് നവാസാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.